Good morning. Session 15. ഇന്നലത്തെ ക്ലാസ് ഓർമ്മയുണ്ടാവുമല്ലോ. വി ഹാവ് സെഡ് ദാറ്റ് ലാംഗ്വേജ് ഈസ് കൾച്ചർ. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷ് സംസ്കാരമാണ് നാം ഫലത്തിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്നലെ നാം പറഞ്ഞത്. അതായത് കൃത്രിമമായി ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ടായില്ല, ഇംഗ്ലീഷിൻ്റെ ഒരു സാംസ്കാരിക പരിസരത്തിലേക്ക് മാനസികമായി മാറിക്കൊണ്ട് മാത്രമേ ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൻ്റെ ഈ പരിസരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ സംസ്കാരം, പാശ്ചാത്യ സംസ്കാരം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ വിശാലമായ ഒരു മാനസിക പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ ഭാഷ, ഇതൊരു അന്തർദേശീയ ഭാഷയാണ്, ഗ്ലോബൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എന്നൊക്കെ അറിയപ്പെടുന്നൊരു ഭാഷയായതുകൊണ്ട് ആ ഒരു പരിസരത്തിൽ നിന്നുകൊണ്ട് വേണം ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ എന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്ന് വെച്ചാൽ കൃത്രിമമായി ഭാഷയുടെ ഏതെങ്കിലും ഒരു ഭാഗം പഠിച്ചതുകൊണ്ട് ഈ ഭാഷ സ്വായത്തമാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മൾ സാധാരണ റോഡ് സൈഡിലുള്ള ചെറിയ ബുക്ക് സ്റ്റാളുകളിലും ഒക്കെ കാണാറുള്ള 20 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം, അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്നൊക്കെയുള്ള ലഘുലേഖകളും ചെറിയ പുസ്തകങ്ങളും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പഠിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ പഠിച്ചെടുക്കുന്നത് ഏതാനും ശൈലികളും ഏതാനും വാക്കുകളും ഏതാനും പ്രയോഗങ്ങളും മാത്രമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വ്യാകരണം മാത്രമായിരിക്കും. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് ഈ ഏതാനും ശൈലികളോ അല്ലെങ്കിൽ വാക്കുകളോ അല്ലെങ്കിൽ വ്യാകരണമോ മാത്രമല്ല. ഓക്കെ, ഭാഷ എന്ന് പറയുന്നത് ഒരു ടോട്ടാലിറ്റിയാണ്. ഓക്കെ, ഒരു ടോട്ടാലിറ്റിയാണ്, ഒരു സമഗ്രതയാണ്. ഭാഷ എന്ന് പറയുന്നത് ഹോളിസ്റ്റിക്കാണ്. ഈ വാക്കുകളൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സഹായമായിട്ട് വരും. അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് ഓർഗാനിക്കാണ്, ജൈവമാണ്. ഓക്കെ, അതായത് അതുകൊണ്ടാണ് ഇത് നമ്മളെന്ത് വിളിക്കുന്നത്, ലിവിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് എന്നാണ് അർത്ഥം. ജീവനുള്ളത് എന്ന് പറഞ്ഞാൽ വളരുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ സാഹചര്യങ്ങളോട് പ്രതികരിച്ച് ഉള്ളിൽ നിന്നും വളർന്നു വരുന്നതിനെയാണ് ലിവിങ് അല്ലെങ്കിൽ ഓർഗാനിക് എന്നൊക്കെ വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ലിവിങ് ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. അപ്പോൾ അതിന് ഏതാനും ശൈലികൾ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ചില ഉച്ചാരണ മാതൃകകൾ പരിശീലിച്ചതുകൊണ്ടോ ചില വാക്കുകൾ പഠിച്ചതുകൊണ്ടോ കുറച്ച് വ്യാകരണം പഠിച്ചതുകൊണ്ടോ നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അത്തരം പഠനങ്ങൾ ഭാഗികമായിരിക്കാം. പഠിക്കുന്നത് ഭാഷയെക്കുറിച്ച് പഠിക്കുന്നു എന്നല്ലാതെ ഭാഷ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് അത്തരം പഠനത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മുടെ പഠനം എന്നുള്ളത് തന്നെ ഒരു പ്രോബ്ലമാറ്റിക്കാണ്. പ്രോബ്ലമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവസ്തുതയാണ്. ഓക്കെ, ആ പ്രശ്നം എന്താണ്? മറ്റേതൊരു വിഷയവും പഠിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നാം ഇംഗ്ലീഷിനെ കുറിച്ചല്ല പഠിക്കുന്നത്, ഇംഗ്ലീഷ് തന്നെയാണ് പഠിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ടൊരു വ്യത്യാസം. ഇതാണ് വിദ്യാർത്ഥികൾക്കും ഭാഷാ അന്വേഷകർക്കുമൊക്കെ വരുന്ന ഒരു ആശയക്കുഴപ്പം. ഇതാണ്, ഭാഷയെക്കുറിച്ചുള്ള നിയമങ്ങൾ പഠിച്ചതുകൊണ്ടോ ഭാഷയുടെ ചില ഘടകങ്ങൾ പഠിച്ചതുകൊണ്ടോ നമ്മൾ ഭാഷ പഠിക്കുന്നില്ല. ഭാഷയുടെ ടെക്നിക്കുകൾ മാത്രമാണ് പഠിക്കുന്നത്, ഭാഷയുടെ സാങ്കേതിക വിദ്യ മാത്രമാണ് പഠിക്കുന്നത്. ഭാഷ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആകത്തുകയാണ്. ഭാഷയുടെ ആന്തരിക ലോകത്തെയാണ് നമ്മൾ സ്വാംശീകരിക്കേണ്ടത്, അല്ലാതെ ഭാഷയുടെ വേഷത്തെയോ ഭാഷയുടെ രൂപത്തെയോ അല്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ ഭാഷയുടെ ആന്തരിക ലോകത്തെ സ്വാംശീകരിക്കുമ്പോൾ മാത്രമേ, ഭാഷയെ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യുമ്പോൾ മാത്രമേ, ഭാഷയുടെ ഇന്നർ വേൾഡിനെ, ഭാഷയുടെ ഡെപ്തിനെ, അഗാധതകളെ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഭാഷ നമ്മുടെ ഭാഷയായി മാറുന്നത്. മലയാളം നമ്മുടെ ഭാഷയാണ്, പക്ഷെ നമ്മളിൽ എത്ര പേർ മലയാളത്തെ ആന്തരികമായി സ്വാംശീകരിച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ അറിയാം. ഓക്കെ, മലയാളത്തിലും ഭാഷ പഠിക്കാനായി അല്ലെങ്കിൽ മലയാളത്തിനോടുള്ള അഗാധമായ ഇഷ്ടം കാരണം അത് പഠിക്കാനായി ശ്രമിക്കാത്തവരിൽ ആ ഭാഷാശേഷി കുറവാണ്, മലയാളത്തിൻ്റെ ഭാഷാശേഷി കുറവാണ്. അപ്പോൾ ഈ കാര്യം ഏത് ഭാഷയെ സംബന്ധിച്ചും സത്യമാണ്. ഓക്കെ, ഭാഷയുടെ ആന്തരിക ലോകമാണ് അതിൻ്റെ ബാഹ്യമായ ഘടനയേക്കാൾ പ്രധാനം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഷ പഠിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ആ ഭാഷയുടെ ആന്തരിക ലോകത്തെ സ്വാംശീകരിക്കുക എന്നുള്ളതാണ്. ആ ഭാഷ പ്രതിനിധീകരിക്കുന്ന സംസ്കാരത്തെ അറിയുക, ആ ഭാഷ ഉൾക്കൊള്ളുന്ന അറിവുകളെ അറിയുക, ആ ഭാഷയുടെ പരിസരങ്ങളെ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ആ ഒരു ഭാഷ പഠിക്കാനുള്ള പ്രാഥമികമായ കാര്യങ്ങൾ. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് വരുന്ന ഒരു ചോദ്യം, എപ്പോഴാണ് നമ്മൾ ഗ്രാമർ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആരംഭിക്കുന്നത്, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലേ പഠിക്കുന്നത് എന്നാണ്. ഈ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ എന്നൊക്കെ പറയുന്നത് ഭാഷയുടെ ചില ഘടകങ്ങൾ മാത്രമാണ്. ഓക്കെ, ഈ ഘടകങ്ങളില്ലാതെ ഭാഷയ്ക്ക് നിലനിൽപ്പില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഈ ഘടകങ്ങളല്ല ഈ ഭാഷയെ ഈ ഭാഷയാക്കി മാറ്റുന്നത്. ഓക്കെ, ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫ്രനറ്റിക്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉച്ചാരണം എന്ന് പറയുന്നത് ഒരു ക്രമവുമില്ലാത്ത, ക്രമരഹിതമായിട്ടുള്ള അൺഫണറ്റിക് ആയിട്ടുള്ളൊരു ഭാഷയാണ് ഇംഗ്ലീഷ് തന്നെ. ഓക്കെ, അത് എഴുതുന്ന രീതിയും ഉച്ചരിക്കുന്ന രീതിയും രണ്ടും രണ്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ക്രമരഹിതമായ ഉച്ചാരണ രീതിയാണ് ഈ ഭാഷയെ നിർണ്ണയിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇനി വ്യാകരണം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അറിയാം, വ്യാകരണത്തിൻ്റെ നിയമങ്ങൾ സ്ട്രക്ചേഴ്സ്ക്കല്ല, ശിലാഭൂതമല്ല, അത് അങ്ങനെ ഉറച്ചു നിൽക്കുന്നതല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നത് കൂടിയാണ് എന്ന് നമ്മൾ അറിയുന്നു. ഓക്കെ, അതിന് കാലമെടുക്കുന്നുണ്ടാവും, മാറ്റങ്ങൾക്ക് കാലമെടുക്കുന്നുണ്ടാവുമെങ്കിലും ഗ്രാമർ പോലും സ്ഥിരമല്ല. അത് ഉപയോഗത്തിൻ്റെ സൗകര്യാർത്ഥം അതിൻ്റെ നിയമങ്ങളെ നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉച്ചാരണം അല്ലെങ്കിൽ ഗ്രാമർ, ഇങ്ങനെയുള്ള അതിൻ്റെ ഭാഗങ്ങളല്ല ഭാഷ എന്ന് പറയുന്നത്. ഭാഷ എന്ന് പറയുന്നത് നാം സാധാരണ പറയാറുണ്ടെങ്കിൽ നാം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, ഭാഷ എന്ന് പറയുന്നത് ഒരു സെൻസേഷനാണ്, ഒരു അനുഭൂതിയാണ്. ഭാഷ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക അനുഭൂതിയാണ്. ഭാഷ എന്ന് പറയുന്നത് ഒരു സവിശേഷമായ വിനിമയ മാർഗമാണ്. ഓക്കെ, ഭാഷയിലൂടെ നമ്മളൊരു കാര്യം വിനിമയം ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റൊരു രീതിയിൽ അത് വിനിമയം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ രീതിയിൽ വിനിമയം ചെയ്യുമ്പോൾ നാം ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം മുഴുവനായി വിനിമയം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഭാഷ യാന്ത്രികമല്ല എന്നാണ് നാം ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഇത് യാന്ത്രികമായി നിലനിൽക്കുന്ന ഒരു ഭാഷയേ അല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് യാന്ത്രികമാണ് എന്ന് നിങ്ങൾക്ക് പറയാം. നമ്മുടെ ജാവ എന്നൊക്കെ പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജസ് അല്ലെങ്കിൽ അതിൻ്റെ ആൽഗരിതം എന്ന് പറയുന്നത് ഒക്കെ യാന്ത്രികമാണ് എന്ന് നമുക്ക് പറയാം. ആർട്ടിഫിഷ്യലാണ്, ഒബ്ജക്റ്റീവാണ്, വസ്തുനിഷ്ഠമാണ്, ഫാക്ച്വലാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഭാഷയെ സംബന്ധിച്ചിടത്തോളം, ഒരു ലിവിങ് ലാംഗ്വേജായ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പറയുവാനേ കഴിയുകയില്ല. അപ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജായ ജാവ പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഡ് സിസ്റ്റംസ് പഠിക്കുന്നത് പോലെയോ ഇംഗ്ലീഷിൻ്റെ ചില കോഡ് സിസ്റ്റംസ് പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷിനെ നമുക്ക് വരുതിയിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭാഷാ പഠനം തുടങ്ങുവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഭാഷാ പഠനം തുടങ്ങുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ഭാഷയുടെ ഘടകങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നമല്ല, നേരെ മറിച്ച് ഭാഷയെ തന്നെ ഉൾക്കൊള്ളുന്നതിലുള്ള വൈമനസ്യമോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ഒക്കെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ കൂടുതൽ വികസ്വരമാക്കുക, വിശാലമാക്കുക. ഓക്കെ, പുതിയ അറിവുകളെ, പുതിയ ചിന്തകളെ, പുതിയ അനുഭൂതികളെയൊക്കെ ഉൾക്കൊള്ളാൻ തക്ക വിധം നമ്മുടെ മനസ്സിനെ കൂടുതൽ സജീവവും വികസ്വരവുമാക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യാനുള്ളത്. ഭാഷാ പഠനത്തിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠനത്തിൽ നമുക്ക് ആദ്യമായി ചെയ്യാനുള്ള ഒരു കാര്യം അതാണ്. ഓക്കെ, അപ്പോഴാണ് നാം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ നാം സ്വാഭാവികമായി ഇംഗ്ലീഷിൽ ചിന്തിച്ചു പോകുന്നത് അപ്പോഴാണ്. കാരണം മറ്റൊരു ഭാഷയിൽ ചിന്തിച്ചാൽ ആ ചിന്ത പൂർണ്ണമാവുകയില്ല എന്നൊരു അസംതൃപ്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നാം ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിൽ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കാനുള്ള, സ്വാഭാവികമായി ചിന്തിക്കാനും സ്വാഭാവികമായി ആശയപ്രകാശനത്തിനും കഴിവുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഭാഷ കരഗതമായി കഴിഞ്ഞു, അത് നമ്മുടെ മനസ്സിൻ്റെ ഭാഷയാണ്, നമ്മുടെ ആന്തരിക ലോകത്തിൻ്റെ ഭാഷയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. അല്ലാത്ത പക്ഷം നാം അതിൻ്റെ ബാഹ്യരൂപങ്ങൾ മാത്രമാണ് കൈവശപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അത് നമ്മുടെ ആന്തരിക ലോകത്തിൻ്റെ ഭാഷയേ ആവുകയില്ല, അത് നമ്മുടെ ആത്മാവിൻ്റെ ഭാഷയാവുകയില്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാവുകയില്ല, നമ്മുടെ തലച്ചോറിൻ്റെ ഭാഷയും ആവുകയില്ല.
ഭാഷയ്ക്ക് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ശേഷികളും ആവശ്യമാണ്. അത് ഏതെങ്കിലും ഒരു നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശത്തെ മാത്രം ഭാഷ പ്രകടിപ്പിച്ചാൽ പോരാ, അത് നമ്മുടെ സമഗ്രതയെ മുഴുവൻ വിനിമയം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ ആശയങ്ങളെയല്ല ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വിവർത്തനം ചെയ്യാൻ തക്ക ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കണം. ആ വ്യക്തിത്വത്തിന് പരിപൂർണമായ പ്രകാശനം സാധ്യമാവുന്നത് ഇംഗ്ലീഷിലാണ് എന്നുള്ള ഒരു വസ്തുത വരണം. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഇംഗ്ലീഷുമായി ഇഴുകിച്ചേരുകയാണ്. ഇംഗ്ലീഷ് നിങ്ങളുടെ മനസ്സിൻ്റെ, നിങ്ങളുടെ ചിന്തയുടെ, നിങ്ങളുടെ അവബോധത്തിൻ്റെ, നിങ്ങളുടെ ഇൻസൈറ്റിൻ്റെ ഭാഷയായി മാറുകയാണ്. ഓക്കെ, ഈ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് നാം പടിപ്പടിയായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം സ്വാഭാവികമായും ഭാഷയുടെ തത്വങ്ങളെക്കുറിച്ച്, ഭാഷ പ്രവർത്തിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് അല്പം ചിന്തിച്ചു പോകുന്നത്. ഇതാണ് നാം ഇന്നലത്തെ ക്ലാസ്സിൽ സംസാരിച്ചത്. ഭാഷ സംസ്കാരം തന്നെയാണ് എന്നാണ്. ഭാഷയെക്കുറിച്ച് നാം സാധാരണ പറയാറുള്ള ഒരു കാര്യം, ഇറ്റ്സ് എ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നാണ്, ഇറ്റ്സ് എ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. നാം മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ആശയവിനിമയത്തിനുള്ള ഉപാധി ആണ് ഭാഷ എന്നല്ല നാം പറയുന്നത്, ആശയവിനിമയം തന്നെയാണ് ഭാഷ എന്നാണ് നാം പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വ്യക്തമാകും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മുടെ അർത്ഥം, നമ്മുടെ ഏകദേശ അർത്ഥം തുല്യമാണെങ്കിൽ പോലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറുമ്പോൾ ഇംഗ്ലീഷിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണം നോക്കിയാൽ നമുക്കത് വ്യക്തമാവും. പ്ലീസ് ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. I am making a statement, a very simple statement. He died yesterday. He passed away. He is no more. He kicked this bucket. പല രീതിയിലും നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ തുറന്നു പോകാം. ഈ എല്ലാ സെൻറ്റൻസസിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, അയാൾ മരണപ്പെട്ടു എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ മരണപ്പെട്ട ആളെക്കുറിച്ചും മരണം എന്നുള്ള അനുഭവത്തെക്കുറിച്ചും നാം വിനിമയം ചെയ്യുന്ന കാര്യം, നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അർത്ഥം മാറുന്നത് ശ്രദ്ധിക്കുക. He died yesterday is a plain statement. അതിനകത്ത് മറ്റ് വൈകാരികമായ തലങ്ങളൊന്നും തന്നെ നാം അടക്കിയിട്ടില്ല. അയാൾ ഇന്നലെ മരണപ്പെട്ടു എന്ന് പറയുന്നു. He passed away എന്ന് പറയുന്നതിൽ അയാളുടെ മരണത്തിൽ നമുക്കുള്ള വൈകാരികമായ വൈഷമ്യത്തെക്കുറിച്ച്, നമ്മുടെ പ്രയാസത്തെക്കുറിച്ച് കൂടെ നാം ഉൾക്കൊള്ളുന്നുണ്ട്. അതിവിടെ പറയുന്നില്ല. നാം വൈകാരികമായാണ് അയാളുടെ മരണത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് എന്ന് നാം പറയുന്നില്ല. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഹീ ഡൈഡ് യെസ്റ്റർഡേ എന്നുള്ളതിന് പകരം നാം ഹീ പാസ്ഡ് അവേ എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും ഹീ ഈസ് നോ മോർ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ സെൻറ്റൻസ് 1ലും സെൻറ്റൻസ് 2വിലും ഇല്ലാത്ത മറ്റൊരു വൈകാരിക തലത്തിലേക്ക്, കൂടുതൽ ഉയർന്നതോ അല്ലെങ്കിൽ കൂടുതൽ സൂക്ഷ്മമായതോ ആയ ഒരു വൈകാരിക തലത്തിലേക്ക് നമ്മുടെ അർത്ഥം മാറുകയാണ്. അയാൾ ഇനി ഒരിക്കലും ഇല്ല എന്ന് പറയുന്നതും അയാൾ മരണമടഞ്ഞു എന്ന് പറയുന്നതും അയാൾ ഇപ്പോഴില്ല എന്ന് പറയുന്നതും അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ഹീ ഈസ് നോ മോർ. ഓക്കെ, വി വിഷ്ഡ് ഹി വാസ് ദർ ബട്ട് ഹീ ഈസ് നോ മോർ. ഹി കിക്ക് ദിസ് ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കോമിക് റെഫറൻസ് വരുന്നു. അയാൾ കിക്ക് സംബഡീസ് ബക്കറ്റ് എന്നുള്ളത് ഒരു ഗ്രാമ്യപ്രയോഗമാണ്, കുറച്ച് കൊലോക്കിയലായിട്ടുള്ള ഗ്രാമ്യമായിട്ടുള്ള ഒരു നാടൻ പ്രയോഗമാണ്. അർത്ഥം അയാൾ മരിച്ചു എന്ന് തന്നെയാണ്, കിക്ക് ദിസ് ബക്കറ്റ്. ഓക്കെ, പക്ഷേ ഇവിടെ വരുമ്പോൾ അയാളുടെ മരണം ഒരു
ദുരന്താനുഭവമോ അല്ലെങ്കിൽ ദുഃഖാനുഭവമോ ആകുന്നതിന് പകരം ഗുഡ് റിഡൻസ് എന്ന് നമ്മൾ പറയുന്ന, നമ്മളതിനെ സാധാരണ ഗുഡ് റിഡൻസ് എന്ന് പറയാറുണ്ട്. ഗുഡ് റിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യമായി, മരിച്ചു നന്നായി, അല്ലെങ്കിൽ ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഒരു സ്വെയറിംഗ് ആയി, ഒരു ശാപമായി മാറുന്ന രൂപത്തിൽ അയാളുടെ മരണം നമ്മെ സംബന്ധിച്ച് ഒരു ആശ്വാസമായി എന്നുള്ളൊരു കോമിക് എക്സ്പ്രഷനായി ഹി കിക്ക് ദിസ് ബക്കറ്റ് എന്നുള്ളത് മാറുന്നു. ഒരേ അർത്ഥമാണ്, അയാൾ മരിച്ചു എന്ന അർത്ഥമാണ് 4 വാചകങ്ങളിൽ, ഒരേ ഭാഷയിലുള്ള 4 വാചകങ്ങളിൽ നമ്മൾ 4 തരത്തിലുള്ള സൂചനകളെ ഉൾക്കൊള്ളിക്കുന്നു. അപ്പോൾ അർത്ഥത്തിൻ്റെ 4 തലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മതകളാണ്, ഇത്തരത്തിലുള്ള എന്താ പറയണ്ടേ, ഒരു സ്പെക്ട്രം ഓഫ് മീനിങ്സ്, അർത്ഥങ്ങളുടെ ഒരു വർണ്ണരാജി ആണ് ഈ ഭാഷയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കടന്നു വരണമെങ്കിൽ ഭാഷയെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എന്നുള്ള രൂപത്തിൽ, ഒരു സമഗ്ര അനുഭവം എന്നുള്ള രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. അതിന് ഭാഷയെ ഭാഗികമായി മനസ്സിലാക്കാതെ ഭാഷയുടെ പൂർണ്ണതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും വേണം എന്നുള്ളതാണ്. ഓക്കെ, അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കാൻ പോകുന്നത്. മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഭാഷ പഠിക്കാനായി 3 കാര്യങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നാമത്തെ കാര്യം, എക്സ്പോസ് ടു ലാംഗ്വേജ്. ഭാഷയിലേക്കും ഭാഷയുടെ പരിസരങ്ങളിലേക്കും സ്വയം എക്സ്പോസ് ചെയ്യുക, സ്വയം തുറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലരും ചോദിക്കാറുണ്ട്, ഏത് പുസ്തകമാണ് ഭാഷ പഠിക്കാനായി വായിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലിരുന്നാലാണ് ഭാഷ നന്നായി പഠിക്കുവാൻ കഴിയുക എന്നുള്ളതൊക്കെ. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എവ്രിവെയർ. യുവർ എൻറ്റയർ വേൾഡ് ഈസ് യുവർ ക്ലാസ് റൂം. നാം ഒരു തെരുവിലൂടെ നടക്കുന്ന സമയത്ത് നിരവധി സൈൻ ബോർഡുകൾ കാണാം, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള സൈൻ ബോർഡുകൾ കാണാം. അത് നമ്മുടെ പാഠ്യവസ്തുവാണ്, ലേണിംഗ് മെറ്റീരിയലാണ്. നാം അത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഒരു തെരുവിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ ആളുകൾ പരസ്പരം ഉപയോഗിക്കുന്നതായി നമ്മൾ കേൾക്കുന്നുണ്ട്. ദറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എക്സ്പോഷർ. അതും നമ്മുടെ ഒരു വിദ്യാഭ്യാസമാണ്. നമ്മൾ ടെലിവിഷൻ കാണുകയോ അല്ലെങ്കിൽ നെറ്റ് ബ്രൗസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതും ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസമാണ്, പരിശീലനമാണ്, എക്സ്പോഷറാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള നമ്മുടെ ജീവിതം മുഴുവൻ ഇംഗ്ലീഷിൻ്റെ ഒരു പരിസരത്തിലാണ് നാം ജീവിച്ചു പോകുന്നത്. ഇത്രയും ജീവിക്കുന്ന സമയത്തും പഠിക്കാനായി നമുക്ക് വേറെ പാഠപുസ്തകവും പഠിക്കാനായി പ്രത്യേക ക്ലാസ് മുറിയും വേണമെന്നുള്ള ചിന്തയുടെ ആ ഒരു സാമ്പ്രദായിക ചിന്തയിൽ നിന്നും നാം പുറത്ത് കടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഭാഷ എല്ലായിടത്തും ഉണ്ടെന്നും എല്ലായിടത്തു നിന്നും ഇത് പഠിക്കാം എന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനെയാണ് എക്സ്പോസ് യുവർ സെൽഫ് ടു ദ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരമാവധി ഇംഗ്ലീഷ് പരിപാടികൾ ടെലിവിഷനിൽ കാണാൻ ശ്രമിക്കുക, ചാനലുകൾ കാണാൻ ശ്രമിക്കുക, വാർത്താ പരിപാടികൾ, ഇംഗ്ലീഷ് വാർത്താ പരിപാടികൾ കേൾക്കാൻ ശ്രമിക്കുക, ഇംഗ്ലീഷ് മൂവീസ് കാണാൻ ശ്രമിക്കുക, ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കുക, ഇംഗ്ലീഷ് ഇൻ്റർവ്യൂസ് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ഇംഗ്ലീഷ് പത്രമാധ്യമങ്ങൾ വായിക്കാൻ ശ്രമിക്കുക, ഇംഗ്ലീഷിൽ നെറ്റ് ബ്രൗസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഇംഗ്ലീഷിൻ്റെ ഒരു ലോകത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, നമ്മുടെ സാധാരണഗതിയിൽ മലയാള ഭാഷാ പരിസരത്ത് നിന്നുകൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു തരത്തിലുള്ള മെൻ്റൽ ബ്ലോക്ക് നമുക്ക് വരാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഇംഗ്ലീഷ് എന്നുള്ള, ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതിയതായി കാണുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞതായി കാണുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ബ്ലോക്ക് വരികയാണ്. അത് ഇംഗ്ലീഷാണ്, അത് നമ്മെ സംബന്ധിക്കുന്നതല്ല. നമുക്ക് മലയാളത്തിലേക്കുള്ള ഇതിൻ്റെ ഒരു പരാവർത്തനം കിട്ടുമോ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു ഷോർട്ട് കട്ട് ലഭ്യമാണോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. ഇംഗ്ലീഷ് കാണുന്ന സമയത്ത് തന്നെ നാം അതിൽ നിന്നും ഒരുതരം വിമുഖതയോടുകൂടി മാറി നിൽക്കുന്ന ഒരു പ്രവണത പൊതുവെയുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ഭാഷയോടുള്ള ഒരു സംശയ
കൊണ്ടും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഭയം കൊണ്ടും ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഉള്ളതിൻ്റെ കൂടെ ഈ ഒരു മനോഭാവം കൂടി ആവുമ്പോൾ നമുക്ക് ചുറ്റും ലഭ്യമായിട്ടുള്ള ഇംഗ്ലീഷിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ക്ലാസ് മുറിയുടെ ഒരു പരിധിക്കകത്ത്, ക്ലാസ് മുറി ഒരു കൊക്കൂൺ പോലെയാണ്, ഒരു അടച്ചിട്ട ഒരു കൊക്കൂൺ പോലെയുള്ള ഇതാണ്. ക്ലാസ് മുറിയുടെ ഈ കൊക്കൂൺ പൊളിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബട്ടർഫ്ലൈസായി, ഭാഷയുടെ ലോകത്ത് ബട്ടർഫ്ലൈസായി, ചിത്രശലഭങ്ങളായി പുറത്തേക്ക് പറക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് മുറിയുടെ പരിധിക്കകത്ത് നടക്കുന്നതാണ് ഇംഗ്ലീഷ് പഠനം എന്ന് കരുതാതിരിക്കുക. അത് ഏത് ക്ലാസ് മുറിയാണെങ്കിലും, ഏത് തലത്തിലുള്ള ക്ലാസ് മുറിയാണെങ്കിലും, സ്കൂളിലെയോ കോളേജിലെയോ യൂണിവേഴ്സിറ്റിയിലെയോ ക്ലാസ് മുറിയാണെങ്കിലും, മുറിക്കകത്ത് നടക്കുന്ന ഒരു പഠനം അതിൻ്റെ ഒരു സൂചക സ്വഭാവം മാത്രമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഭാഷ നമ്മുടെ ജീവിതവുമായി ഇടപഴകി കിടക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തോടൊപ്പം വളരുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരേ സമയം ബാഹ്യവുമാണ്, അതേസമയം ആന്തരികവുമാണ്. ഇത്ര സജീവവും ഇത്ര ചലനാത്മകവുമായ ഈ വ്യവഹാരത്തെ നാം ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറിയിലോ ഒതുക്കി പഠിക്കേണ്ടുന്ന ഒരു കാര്യമേ അല്ല. നാം പരമാവധി നമ്മെ ഭാഷയിലേക്ക് എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഇതാണ് ഞാൻ അർത്ഥമാക്കുന്നത്. എക്സ്പോസ് യുവർ സെൽഫ് ടു ദ ലാംഗ്വേജ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത് ഭാഷയെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷേ ഭാഷാ പഠനത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇതും അല്പം സിദ്ധാന്തപരമാണ്, പക്ഷേ ഇത് വളരെ പ്രധാനമാണ്. ഹാവ് ആൻ ഇന്നർ ലൈഫ് എന്നുള്ളതാണ്. ഭാഷയെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആന്തരിക ലോകം, ഒരു മാനസിക ലോകം സൃഷ്ടിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അനുഭവങ്ങളെ, അനുഭൂതികളെ നാം സ്വയം മനസ്സിൽ അപഗ്രഥന വിധേയമാക്കണം. നാം അവയെ സൂക്ഷിച്ച് കാണണം. നമ്മുടെ ചിന്തകളെ നാം നിരീക്ഷിക്കണം. നമ്മുടെ തോന്നലുകളെ നാം നമ്മുടെ മനസ്സിൽ നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ അവയെ ഈ ഭാഷയിലൂടെ നമുക്ക് വിനിമയം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രയാസത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നു, ഒരു പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിക്കുന്നു. നാം എത്ര ഇഫക്റ്റീവായാണോ, എത്ര ഫലപ്രദമായാണോ ഇതിനെ അഭിമുഖീകരിക്കുന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും എത്ര ഫലപ്രദമായാണ് നാം ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഹാവ് ആൻ ഇന്നർ ലൈഫ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ മുമ്പൊരു സെഷനിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം ഈ ഭാഷയുടെ വൈപുല്യമാണ്, ഇതിൻ്റെ വിശാലതയാണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു വർണ്ണരാജി പോലെ, ഒരു റെയിൻബോ പോലെ, ഒരു സ്പെക്ട്രം പോലെ പരന്നു കിടക്കുന്ന ഇതിൻ്റെ അർത്ഥതലങ്ങളെയും പദതലങ്ങളെയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് സാധ്യമായ ഏതൊരു വികാരത്തെയും ഏതൊരു വിചാരത്തെയും വിനിമയം ചെയ്യാൻ വേണ്ടുന്ന പദാവലികൾ ഈ ഭാഷയ്ക്കകത്തുണ്ട്. അപ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മുടെ ആന്തരിക ലോകത്തിലൂടെ യാത്ര നടത്തുകയും നമ്മളെ തന്നെ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് നാം കണ്ടെത്തിയ നമ്മളെ വിനിമയം ചെയ്യാനായി നമുക്കൊരു ശക്തമായ ഭാഷ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് നമുക്ക് ഹൃദയത്തിനായി ഒരു ഭാഷ ആവശ്യം വരുന്നത്. മറിച്ച് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയല്ല, അത് തലച്ചോറിൻ്റെ പോലും ഭാഷയല്ല, അത് വെറും വായയുടെ മാത്രം ഭാഷയായി അവശേഷിക്കും. അത് വെറും ഒരു ഉപയുക്തത മാത്രമായി, ഒരു യൂട്ടിലിറ്റേറിയൻ ഉപയുക്തത മാത്രമായി അവശേഷിക്കും. ആ ഭാഷ നമ്മളെ പ്രതിനിധീകരിക്കുകയില്ല. ദാറ്റ് ലാംഗ്വേജ് വിൽ നോട്ട് ബി റെപ്രസെൻറ്റിങ് us. If that language has to represent us, it has to come from our heart, it has to come from deep from our soul. And if it has to come from our soul, we need to have a soul inside and we need to be sensitive to that soul. ഒരു ആത്മാവ് ഉണ്ടായാൽ മാത്രം പോരാ, ആ ആത്മാവിൻ്റെ സജീവതയെക്കുറിച്ച്, അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവുകയും വേണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഹാവ് സം ഈഗോ എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായത്. ഈ ഈഗോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാളിറ്റി അല്ല, ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. ഐ എക്സിസ്റ്റ്, ഐ ഫീൽ, ഐ തിങ്ക്, ഐ എക്സ്പീരിയൻസ് എന്ന ചിന്തയെയാണ് നാം ഈഗോ എന്ന് വിളിക്കുന്നത്. ആ ഈഗോ ആണ് ഫലപ്രദമായ ഭാഷാ വിനിമയത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഹാവ് ആൻ ഇന്നർ ലൈഫ് എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഓക്കെ, നമ്മൾ ഒരു ആന്തരിക ലോകമുണ്ടാവുക, ബാഹ്യമായ അനുഭവങ്ങളെ ആ ആന്തരിക ലോകത്തിൽ വെച്ച് അപഗ്രഥന വിധേയമാക്കുക,
അത്തരത്തിൽ അപഗ്രഥന വിധേയമാക്കുമ്പോഴാണ് എത്ര സൂക്ഷ്മമായാണ് നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ആവിഷ്കരിക്കാൻ കഴിയുക എന്നുള്ളൊരു ബോധത്തിലേക്ക് നാം വരിക. ആ ബോധത്തിലേക്ക് വരുമ്പോഴാണ് അത്തരത്തിൽ ആവിഷ്കരിക്കാൻ ശക്തമായ ഒരു ഭാഷ നമ്മുടെ കൈവശമുണ്ട്, അത് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ചിന്തയെ പ്രകാശിപ്പിക്കേണ്ടുന്ന ഒരു ആവശ്യകത വരുന്നുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കുക, അനുഭവിക്കുക, ഫീൽ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മൂന്നാമത് ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ ഭാഗത്തെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആ കാര്യം വളരെ സിമ്പിളാണ്, വളരെ പ്രാഥമികവുമാണ്. നാം ഇത്രയും പറഞ്ഞു വന്നിരുന്നതിൻ്റെ ഒരു രത്നച്ചുരുക്കം അതാണ്: പ്രാക്ടീസ് ഇറ്റ്. പരിശീലിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നാം പറഞ്ഞ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് എന്നുള്ള 4 ഭാഷാശേഷികളുടെ നിരന്തരമായ പരിശീലനം പ്രസക്തമായി വരുന്നത്. ഓക്കെ, ഈ പരിശീലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവ ഭാഷാശേഷികൾ എന്നുള്ള രൂപത്തിൽ നാം പരിശീലിക്കുമ്പോൾ യാന്ത്രികമായല്ല പരിശീലിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ മുമ്പൊരിക്കൽ നമ്മുടെ ഒരു ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് നോൺ മെക്കാനിക്കൽ എന്നുള്ളതാണ്, യാന്ത്രികമല്ല എന്നുള്ളതാണ്. അതേസമയം ഈ 4 ശേഷികളും നിരന്തരമായി പരിശീലിച്ചുകൊണ്ട് മാത്രമേ ഭാഷയ്ക്കകത്തൂടെയുള്ള നമ്മുടെ സഞ്ചാരം സുഗമമാവുകയുള്ളൂ. അതുകൊണ്ട് കീപ്പ് ലിസണിങ്, ഇതും നമ്മൾ ആദ്യം പറഞ്ഞ എക്സ്പോസ് ടു ദ ലാംഗ്വേജ് ആണ്. കീപ്പ് ലിസണിങ് ടു ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ് കേൾക്കുക എന്നുള്ളത്. ഈ പുറത്ത് കേൾക്കുന്നത് പോലെ തന്നെ അകത്തുള്ള ഇംഗ്ലീഷിനെയും ശ്രദ്ധിക്കുക എന്നുള്ളത്. ബിക്കോസ് യു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ പുറത്തുള്ള ഭാഷയെ പോലെ തന്നെ നമ്മുടെ അകത്തും ഭാഷയുണ്ട്. ഓക്കെ, അകത്ത് ഇംഗ്ലീഷിൻ്റെ ഈ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ പുറത്തു നിന്നും പരമാവധി ഇംഗ്ലീഷിനെ നാം അകത്തേക്ക് എടുക്കണം. വായനയിലൂടെ, കേൾവിയിലൂടെ, കാഴ്ചയിലൂടെ നാം ഇംഗ്ലീഷിനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. ഈ അനുഭവത്തിലൂടെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ഭാഷയുടെ സ്റ്റോർ ഹൗസ് ശക്തിപ്പെടുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ ലിസണിങ്, സ്പീക്കിംഗ്, നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം സ്പീക്കിംഗ്, പറയാനായിട്ടുള്ള ശ്രമം, ചിന്തകളെ ക്രോഡീകരിക്കുക, ചിന്തകളെ ഓർഗനൈസ് ചെയ്യുക, എന്നിട്ട് സാധ്യമായ ഭാഷയിൽ ആ ചിന്തകളെ ക്രമാനുഗതമായി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ക്രമീകൃതമായ പാറ്റേണാണത്. സ്പീക്ക്, ദെൻ റീഡ്. എന്ന് നമ്മൾ പറയുന്നില്ല. റീഡിങ് ഹാപ്പൻസ് കണ്ടിന്യൂസ്ലി, ഇറ്റ് ഗോസ് സൈമിൾട്ടേനിയസ്ലി ആണ്. ഓക്കെ, നിരന്തരമായ വായന എന്നുള്ളതാണ്. ഈ വായനയെയും നമ്മൾ വിധേയമാക്കി, നമ്മൾ ഒരു പഠന വിധേയമാക്കിയതാണ്. വായന ഒരു യാന്ത്രിക പ്രവർത്തനമല്ല എന്നുള്ളതും, റീഡിങ് ദ ലൈൻ, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻ, അതിനപ്പുറത്ത് റീഡിങ് ബിയോണ്ട് ദ ലൈൻ എന്നുള്ള തലത്തിലേക്ക് പോകുന്നൊരു സർഗാത്മക വ്യാപാരമാണ്, ഒരു ക്രിയേറ്റീവ് എക്സ്പീരിയൻസാണ് യഥാർത്ഥ റീഡിങ് എന്നുള്ളതും നാം കണ്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പുസ്തകത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക റിസോഴ്സിനെ ആശ്രയിച്ചുകൊണ്ട് ഇംഗ്ലീഷ് വായിക്കുക എന്നുള്ളതല്ല, ലഭ്യമായ എല്ലാ ഇംഗ്ലീഷ് വിഭവങ്ങളെയും പരിശോധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ ലഭ്യമായ ഇംഗ്ലീഷ് റിസോഴ്സുകൾ മുഴുവൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലഭ്യമായ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അത് ഏത് തന്നെയാണെങ്കിലും, പത്രങ്ങളാവട്ടെ, മറ്റ് മാഗസിനുകളോ മറ്റ് പ്രസിദ്ധീകരണങ്ങളോ ആവട്ടെ, ലഭ്യമായത് മുഴുവൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഫൈനലി റൈറ്റിംഗ്. ഓക്കെ, നിരന്തരമായ പ്രയത്നത്തിലൂടെ, പ്രാക്ടീസിലൂടെ എഴുത്തിലേക്ക് നമ്മളെ തന്നെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതാണ്. റൈറ്റിംഗ് ഒരു വളരെ പ്രിലിമിനറിയായി ഒരു കമ്മ്യൂണിക്കേറ്റീവ് ടൂൾ എന്നുള്ള രൂപത്തിൽ മാത്രം റൈറ്റിങ്ങിനെ ഉപയോഗിക്കാം. കൂടുതൽ അർത്ഥപൂർണമായി, കൂടുതൽ സർഗാത്മകമായി, ക്രിയേറ്റീവായി റൈറ്റിങ്ങിനെ ഒരു ഉയർന്ന തലത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നാം പറയുന്നത് സ്റ്റൈൽ ഈസ് ദ മാൻ എന്നൊക്കെ പറയുന്ന തലത്തിൽ നമ്മുടെ ശൈലി തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകടനമായി മാറുന്നത് അപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഭാഷാ പഠനം തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ ഓർക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നാം ഇതിൻ്റെ ഒരു സെഷൻ കൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും നാം കൃത്യമായ രൂപത്തിൽ ഭാഷയുടെ ഓരോ ഘടകങ്ങളിലേക്ക് നാം കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ടുഡേ, താങ്ക് യു.